ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാട്യാല പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി 4 ആയിട്ട് മടക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് തുണി മടക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ കാണിക്കാം. അപ്പോൾ ആദ്യം തുണി നീളത്തിൽ 2 ആയിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും തുണി വീതിയിൽ ഒന്നുകൂടെ മടക്കിയെടുക്കണം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ മുകളിലേക്ക് വരുന്ന പോലെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ താഴ്ഭാഗത്താണ് ഈ മടക്ക് വരുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു പാട്യാല പാൻറ്റ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗവും പിന്നെ താഴ്ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗവും. അപ്പോൾ ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ് ഇതിൽ നിന്നും ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ 37 ഇഞ്ച് ലെങ്ത്തുള്ള പാൻറ്റാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് എടുക്കുന്നുണ്ട്, ബാക്കി 30 ഇഞ്ച് വരും. അപ്പോൾ ഈ ഒരു 30 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 32 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം താഴേക്ക്. 1/2 ഇഞ്ച് ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗവുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാനും 1.5 ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ ഫുള്ള് വീതി എടുക്കുന്നുണ്ട്, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വീതി എടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് താഴ്ഭാഗത്തെ വീതി വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റും നേരത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു പോയിൻറ്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തു കൂടെയാണ് തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ എലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗം ഈ തുണിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് പിടിച്ച് തിരിച്ചിടാം. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു ബെൽറ്റ് പോർഷന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെയാണ് മടക്ക് വരുന്ന ഭാഗം. ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ടാണ് അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അരവണ്ണത്തിൻ്റെ അളവാണ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അരവണ്ണം 33 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 11 ഇഞ്ച് കൂടെ കൂട്ടി 44 ഇഞ്ച് കിട്ടും. അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 11 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് 7 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ആ ഒരു പാൻറ്റിൻ്റെ പോർഷനുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാനും 1.5 ഇഞ്ച് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 പീസായിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഈ 2 പീസ് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ 2ൻ്റെയും നല്ല വശമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തൊരു ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാൻറ്റിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1.5 ഇഞ്ചാണ് തയ്യൽത്തുമ്പായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1 ഇഞ്ചും കൂടെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2ൻ്റെയും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാൻറ്റിനെ ഇതുപോലെ ഒന്ന് പിടിച്ച് ഈ ഒരു കാലിൻ്റെ താഴ്ഭാഗം മുതൽ മറ്റേ കാലിൻ്റെ താഴ്ഭാഗം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വീതി ഉണ്ടാവും മുകൾ ഭാഗം. അത് പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന എലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസായിട്ടാണ് തുണി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് 2 സൈഡും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ചും പിന്നീട് 1 ഇഞ്ചും കൂടെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിടണം. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇതാ 2 സൈഡിലും ഇതുപോലെ ചെറിയ കട്ടിങ് വരുന്നുണ്ട്. ഇതിൻ്റെ നല്ല വശമാണ് മുകളിൽ വരുന്നത്. നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത്. രണ്ടിലും ഈ സ്റ്റിച്ചിങ് മാർക്കിങ് വരുന്ന ഈ ഒരു ഭാഗം ഒരുമിച്ച് വെച്ചൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 തുണിയിലും ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിരുന്നു. ആ ഒരു ഭാഗം ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് ഒന്നുകൂടെ പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയായിരിക്കും കിട്ടുന്നത്. ഇത്രയും ഭാഗം എക്സ്ട്രാ വരുന്ന തുണിയാണ്. ഇത് ഈ ഒരു സൈഡിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഇതേപോലെ മറ്റേ സൈഡിലേക്കും പിൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇത് ജോയിൻ്റ് ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന തുണി പ്ലീറ്റ്സ് ഇട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം ഈ ഒരു ഗ്യാപ്പിലൂടെ. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് 4-5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ അരവണ്ണം 33 ഇഞ്ചാണ് വരുന്നത്. അതിൽ നിന്നും 5 ഇഞ്ച് മൈനസ് ചെയ്ത് 28 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ചാണ്. ഇതിനെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാൻറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.